ഹലോ ഗഡീസ്, വെൽക്കം ബാക്ക് ടു ഗഡീസ് മീഡിയ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂരിലെ എന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ശീതീകരിച്ച അഥവാ AC വെച്ചിട്ടുള്ള ആകാശപാതയാണ്. അപ്പോൾ ഇത് തുറന്നു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ കുറച്ചാൾ മുമ്പാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ തന്നെ മെയിനായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ് ഈ ആകാശപാത. വൃത്താകൃതിയിലാണ് ഈ ആകാശപാത ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തൃശ്ശൂരിലെ ശക്തൻ നഗറിലാണ്, അതായത് നമ്മുടെ ശക്തൻ സ്റ്റാൻഡൊക്കെ ഇല്ലേ, അവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 4 റോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന മേജറായിട്ട് ആൾക്കാർ റോഡ് നടന്ന് ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയയിലാണിത് ചെയ്തിട്ടുള്ളത്. അതിന് കറക്റ്റ് പോയിന്റാണ്. 279 മീറ്ററാണ് ഈ ആകാശപാതയുടെ മൊത്തം നീളം. അതുപോലെ തന്നെ റോഡ് ലെവലിൽ നിന്ന് 6 മീറ്റർ ഉയർത്തിയിട്ടാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു വലിയൊരു കണ്ടെയ്നർ ലോറി വന്ന് അടി കൂടെ പോയാൽ തന്നെ അത് മുകളിൽ മുട്ടും എന്നൊരു പേടി വേണ്ട. അതായത് എത്ര വലിയ വാഹനങ്ങൾക്കായാലും താഴെ കൂടെ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. 2019 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ കൊല്ലം, അതായത് 2023 ഒരു വട്ടം തുറന്നു കൊടുത്തു. പക്ഷെ അതിൽ ആ ടൈമിൽ ഫുള്ള് പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ 2ാം ഘട്ട പണി എന്നുള്ള രീതിയിലാണ് ഈ എയർ കണ്ടീഷനും സോളാർ പാനലും CCTV ലിഫ്റ്റ് ഈ വക സൗകര്യങ്ങളൊക്കെ കൂടിയിട്ട് ചെയ്തിട്ട് വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. അതായത് ഈ എയർ കണ്ടീഷൻ ആവശ്യമുള്ള ഫുള്ള് കറണ്ടും വരണത് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള സോളാർ പാനലിൽ നിന്നാണ്. ശക്തൻ തമ്പുരാൻ നഗറിൽ 4 കൂടിയിട്ടുള്ള ഒരു ജംഗ്ഷനാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് പട്ടാളം ശക്തൻ തമ്പുരാൻ നഗർ റോഡ്, പിന്നെ റിംഗ് റോഡ്, പിന്നെ ശക്തൻ നഗർ റോഡ്, പിന്നെ അതുപോലെ നമ്മുടെ ഹൈ റോഡ്. ഈ 4 റോഡും കൂടി ചേർന്ന ഒരു ജംഗ്ഷനിലാണ്, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ആകാശപാത സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് കയറാനായിട്ടുള്ള എൻട്രൻസ് 4 എൻട്രൻസാണ് ഉള്ളത്. അത് ഒന്നെന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന്, പിന്നെ മീൻ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന്, പിന്നെ പച്ചക്കറി മാർക്കറ്റിൻ്റെ അവിടെ നിന്നും, അതുപോലെ ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്തുനിന്നും. അങ്ങനെ 4 എൻട്രൻസാണ് ഉള്ളത്. നമ്മൾ കയറിയിട്ടുള്ളത് ഗ്രൗണ്ടിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു. അതായത് നമ്മുടെ സർക്കസൊക്കെ നടക്കുന്ന ആ ഗ്രൗണ്ടിൽ, ആ റേഞ്ചിൽ. പിന്നെ നമുക്ക് സ്റ്റെപ്പ് കൂടെയും കയറാം, വേണമെന്ന് വെച്ചാൽ ലിഫ്റ്റ് എടുക്കാം. അപ്പോൾ 2 രീതിയുണ്ട്. പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. 20 CCTV ക്യാമറ ഉണ്ട്. പിന്നെ കൺട്രോൾ റൂമിൽ നിന്ന് നിരീക്ഷിക്കാൻ പറ്റും. സ്കൈ വാക്ക് നിർമ്മിച്ചിട്ടുള്ളത് അമൃത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി ആയിട്ടുള്ള കിറ്റ്കോ ആണ്. പിന്നെ ഇതിൻ്റെ മുഴുവൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു എഞ്ചിനീയറിംഗ് വിങ് ആണ്. ആകാശപാതയ്ക്കുള്ള ആകെ വന്നിട്ടുള്ള ചിലവ് 11 കോടിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഭയങ്കര ഇൻഫോർമേറ്റീവ് കണ്ടൻസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക്